ഈ ക്വസ്റ്റ്യൻ നോക്കാം. The work function for a certain metal is 4.2 electron volt. അല്ലേ? Will this metal give the photoelectric emission for an incident radiation of wavelength 330 nanometer? ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു മെറ്റലിൻ്റെ വർക്ക് ഫങ്ഷൻ തന്നിട്ടുണ്ട്. അതായത് ഈച്ച് ആറ്റംസ് ഹോൾഡ് ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ വിത്ത് എ എനർജി 4.2 ഇലക്ട്രോൺ വോൾട്ട്. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന എനർജിയുള്ള റേഡിയേഷൻ വന്ന് അടിച്ചാൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ? അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കുമെന്നാണ് അറിയേണ്ടത്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമുക്കറിയാം എന്താണ് മാക്സിമം കൈനറ്റിക് എനർജി. ഞാൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ്റെ ഒരു പാർട്ട് മാത്രമേ എഴുതുള്ളൂ. മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദ എമിറ്റഡ് ഇലക്ട്രോൺ, അല്ലേ? മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദ എമിറ്റഡ് ഇലക്ട്രോൺ h-mu - 50 ആണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ ടേം ഞാൻ ഇവിടെ എഴുതണില്ല. ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഒരു പാർട്ട് ഞാൻ എഴുതുന്നുള്ളൂ, അല്ലേ? മാക്സിമം കൈനറ്റിക് എനർജി ഈക്വൽ ടു h-mu - 50 ആണ്. ശരിയല്ലേ? ഓക്കെയാണ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കണമെങ്കിൽ എന്തായിരിക്കണം? h-mu എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 50 ആയിരിക്കണം. അതായത് എനർജി ഉണ്ടാവണം. എമിറ്റ് ചെയ്യുന്ന ആൾക്ക് എനർജി ഇല്ലെങ്കിൽ, പിന്നെ കൈനറ്റിക് എനർജി ഇല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടന്നിട്ടില്ല എന്നല്ലേ? അല്ലേ? എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി ഉണ്ടാവണം. ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ എമിറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ ½ mv² ഒരു പോസിറ്റീവ് നമ്പർ ആണല്ലോ. അപ്പോൾ ½ mv² എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടാവണം. ഇവിടെ ഒരു പോസിറ്റീവ് നമ്പർ ഉണ്ടാവണം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കാൻ. അപ്പോൾ h-mu മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 50. h-mu 50നേക്കാളും കൂടുതലാവണം. വർക്ക് ഫങ്ഷനേക്കാളും കൂടുതലായിരിക്കണം വരുന്ന ഫോട്ടോണിൻ്റെ എനർജി. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കുള്ളൂ. അപ്പോൾ h-mu മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 50. അപ്പോഴാണ് നമുക്ക് കൈനറ്റിക് എനർജി കിട്ടുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി. അപ്പോൾ നമുക്ക് വേണ്ടത് അപ്പോൾ ഇവിടെ h-mu അല്ലേ 50 ഇവിടെ തന്നിട്ടുണ്ട്, അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. മ്യൂ നമുക്ക് വേവ് ലെങ്ത് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, അല്ലേ? വേവ് ലെങ്ത് ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ h-mu നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. എന്നിട്ട് 50നേക്കാളും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് എനർജി ഓഫ് ദ റേഡിയേഷൻ, അതായത് h-mu കണ്ടു നോക്കാം. എന്നിട്ട് 50നേക്കാളും കൂടുതലാണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ h-mu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h നമുക്കറിയാം, പക്ഷേ മ്യൂ അറിയില്ല. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ്. അതറിയില്ല, തന്നിട്ടില്ലല്ലോ. ആ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ് മ്യൂ, തന്നിട്ടില്ല. എന്നാലൊരു ഫോർമുലയുണ്ട്, അറിയാമോ? ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ. ലാംഡ ഇൻറ്റു മ്യൂ സി ആണ്. ഇങ്ങനൊരു ഫോർമുല പഠിച്ചിട്ടില്ലേ? വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ലാംഡ മ്യൂ ഈക്വൽ ടു സി. അപ്പം മ്യൂ തന്നിട്ടില്ലെങ്കിൽ ലാംഡ എങ്കിലും തന്നിട്ടുണ്ടാവും. അപ്പം മ്യൂവിന് പകരം നമുക്ക് വേണമെങ്കിൽ c/λ എന്ന് എഴുതാം. മ്യൂവിന് പകരം നമുക്ക് വേണമെങ്കിൽ c/λ എന്ന് എഴുതാം. സി എന്ന് പറഞ്ഞാൽ 3 × 10⁸ ആണ്. അപ്പോൾ ഞാൻ ആദ്യം h-mu കണ്ടു നോക്കട്ടെ. എന്നിട്ട് 50നേക്കാളും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യാം. h-mu എന്ന് പറയുമ്പോൾ h × മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c/λ, അല്ലേ? മ്യൂവിന് പകരം നമുക്ക് എന്താ എഴുതാം? c/λ എന്ന് എഴുതാം. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം 6.63 × 10⁻³ ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 10⁸ ആണ്. ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് ആണ് 330 നാനോമീറ്റർ. 330 × നാനോ എന്ന് പറഞ്ഞാൽ 10⁻⁻9 ആണ്. അതറിഞ്ഞിരിക്കണേ. നാനോമീറ്ററിലെ നാനോ റെപ്രസെൻറ്റ്സ് 10⁻⁻9 ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇത് ചെയ്തു വരുമ്പോൾ കിട്ടുന്ന വാല്യൂ 6 × 10⁻⁻19 ജൂൾസ് ആണ്. ആ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫോട്ടോണിൻ്റെ എനർജി
6 × 10⁻⁻⁹ ജൂളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് 50 ഒന്ന് കണ്ടു നോക്കാം. 50 ഇലക്ട്രോൺ വോൾട്ടിലാണ് തന്നിരിക്കുന്നത്, ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യാം. വർക്ക് ഫംഗ്ഷൻ 4.2 ഇലക്ട്രോൺ വോൾട്ടാണ്. ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളാക്കാൻ നമുക്കറിയാമല്ലോ, മുമ്പ് ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇലക്ട്രോൺ വോൾട്ടിനെ ജൂൾസിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺ വോൾട്ടിനെ നമുക്ക് എന്ത് ചെയ്യണം? 1.6 × 10⁻⁻⁹ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് ബൈ ഹാർട്ടാക്കി വെച്ചോ, മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ വോൾട്ടിന് അതൊരു എനർജിയാണ്, എനർജിയുടെ ഒരു യൂണിറ്റാണ്. ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 1.6 × 10⁻⁹ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരണതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ചെയ്തു വരുമ്പോൾ കിട്ടുന്നത് 6.72 × 10⁻⁻⁹ ജൂൾസാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. hμ > 50 ആയോ? ഇല്ല. hμയുടെ വാല്യൂ 50നേക്കാളും കുറവാണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കണമെങ്കിൽ hμ > 50 വരണം. ഇവിടെ hμയുടെ വാല്യൂ 50നേക്കാളും കുറവാണ്. അപ്പോൾ നോ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. നോ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ക്ലിയർ ആയല്ലോ ഈ ക്വസ്റ്റ്യൻ?